നമസ്കാരം. മൗത്ത് അൾസർ, വായ്പുണ്ണ് എന്നൊക്കെ പറയുന്ന അസുഖം പ്രായഭേദമന്യേ ഇപ്പൊ മിക്ക ആളുകളിലും കണ്ടുവരുന്നുണ്ട്. വായ്ക്കകത്തുള്ള ലൈനിങ്ങുകൾ പൊളിഞ്ഞു പോയിട്ടാണ് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വൈറ്റമിൻ B12, ഫോളേറ്റ്, അയൺ ഡെഫിഷ്യൻസിയിൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. സ്ട്രെസ്, ആൻസൈറ്റി തുടങ്ങിയവ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ഉദാഹരണമാണ് സ്കൂൾ കുട്ടികൾക്ക് എക്സാം സമയത്ത് അനുഭവപ്പെടുന്ന മൗത്ത് അൾസർ. ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. ഉദാഹരണത്തിന് മെൻസസ് ടൈമിൽ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്. വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. അസിഡിറ്റി ഉള്ള ആളുകളിൽ, സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ, അതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് തട്ടിയിട്ട് പല്ലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ എഡ്ജസ് തട്ടിയിട്ടും ഒക്കെ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായ ഓറൽ ലൈക്കൻ പ്ലാനറ്റ്സിലും ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് കണ്ടുപിടിച്ച് അതിനനുസൃതമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവുന്ന ആളുകൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസൃതമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. ഇനി ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ചില അൾസറുകൾ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും അതിൻ്റെ വേദന കുറഞ്ഞ് ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തുക. സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ ഇത്തരം അൾസർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ നിക്കോട്ടിൻ അടിച്ച് ഭാവിയിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടാക്കും. അതുപോലെ പല്ലിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളിൽ മൗത്ത് അൾസർ ഉള്ള ഭാഗത്ത് പല്ലിൻ്റെ എഡ്ജസുകൾ വീണ്ടും വീണ്ടും തട്ടി ആ മുറിവ് ഉണങ്ങാതിരിക്കുകയും ഭാവിയിൽ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസ് ഉള്ള ആളുകൾ നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.